കേരളം പൊള്ളുന്ന ചൂടിൽ വെന്തുരുകുമ്പോൾ ആരോഗ്യവകുപ്പ് അടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ മനസാക്ഷിത്വം ഇല്ലാതെ പിഞ്ചു കുരുന്നുകളെ സ്കൂൾ ഫീസ് അടയ്ക്കാത്തതിന്റെ പേരിൽ പരീക്ഷാ ഹാളിന് പുറത്തു നിർത്തി സ്കൂൾ അധികൃതരുടെ കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തി. ലജ്ഞയില്ലേ സ്കൂൾ അധികൃതരെ നാളെയുടെ വാഗ്ദാനങ്ങളോട് ഈ ക്രൂരത കാണിക്കാൻ? ആലുവ സെറ്റിൽമെന്റ് ഹൈസ്കൂളിലാണ് ഈ ഞെട്ടിക്കുന്ന ക്രൂരത അരങ്ങേറിയത്. സ്കൂൾ ഫീസ് അടയ്ക്കാത്തതിന്റെ പേരിൽ കാഴ്ച വൈകല്യമുള്ള വിദ്യാർത്ഥിയെ അടക്കം 2.5 മണിക്കൂറോളം പരീക്ഷ ഹാളിന് പുറത്ത് നിർത്തിയായിരുന്നു അധികൃതരുടെ ഫീസിനോടുള്ള ആക്രാന്തം പുറത്തു കാണിച്ചത്. ഇതിനിടയിൽ ഒരു കുട്ടി തലകറങ്ങി വീണു. ഇതേ തുടർന്ന് ആലുവ സെറ്റിൽമെന്റ് സ്കൂളിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇന്നലെ നടന്ന കണക്ക് പരീക്ഷയ്ക്കാണ് സെമിനാരിപ്പടി സ്വദേശികളായ ദമ്പതികളുടെ മകനെയും മറ്റൊരു കുട്ടിയെയും എഴുതാൻ അനുവദിക്കാതെ 2 മണിക്കൂറോളം പരീക്ഷാ ഹാളിന് പുറത്തു നിർത്തിയത്. 2ാം ക്ലാസ്സുകാരന് പ്രതിമാസം 570 രൂപ സ്കൂൾ ട്യൂഷൻ ഫീസും 400 രൂപ ബസ് ഫീസുമാണ്. ഒരു മാസത്തെ തുക മാത്രമാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത്. ഇന്ന് പരീക്ഷ അവസാനിക്കുന്നതിന് മുമ്പായി നൽകാമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ സ്കൂൾ അധികൃതരെ അറിയിച്ചിരുന്നതാണ്. ഇത് ഗൗനിക്കാതെയാണ് പരീക്ഷാ ഹാളിന് പുറത്ത് നിർത്തിയത്. ഹാളിന് പുറത്ത് നിൽക്കുന്നതിനിടെ ഒരു കുട്ടി തലകറങ്ങി വീണു. തലവേദനയെ തുടർന്ന് പതിവായി കണ്ണട ധരിക്കുന്ന കുട്ടിയാണ് തലകറങ്ങി വീണത്. പരീക്ഷ കഴിഞ്ഞ സ്കൂൾ ബസ്സിൽ തന്നെ കുട്ടികൾ വീട്ടിലെത്തിയപ്പോഴാണ് രക്ഷിതാക്കൾ വിവരം അറിഞ്ഞത്. തുടർന്ന് തലകറങ്ങി വീണ കുട്ടിയെ രക്ഷിതാക്കൾ ആലുവ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം പുറത്തറിഞ്ഞതോടെ നാട്ടുകാരും LDF പ്രവർത്തകരും സ്കൂൾ ഉപരോധിച്ചു. അതേസമയം കുട്ടികളെ വരാന്തയിൽ നിർത്തിയെന്നും ഒരു കുട്ടി തലകറങ്ങി വീണെന്നുമുള്ള ആക്ഷേപം ശരിയല്ലെന്ന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് കവിത മനോജ് പറഞ്ഞു. ഫീസ് അടയ്ക്കാത്ത കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കേണ്ടതില്ലെന്ന് മാനേജ്മെന്റ് നിർദ്ദേശിച്ചിരുന്നു. 2 കുട്ടികളെയും തനിക്കൊപ്പം LKG ക്ലാസ്സിൽ ഇരുത്തുകയായിരുന്നുവെന്നും ഹെഡ് മിസ്ട്രസ് പറഞ്ഞു. കുട്ടികളെ ഇന്ന് പരീക്ഷ എഴുതിപ്പിക്കും. ഫീസ് അടയ്ക്കാത്തതിന്റെ പേരിൽ മാറ്റി നിർത്തിയ കുട്ടികളെ ഇന്ന് പരീക്ഷ എഴുതാൻ അനുവദിക്കുമെന്നും ഇന്നലെ പരീക്ഷ എഴുതാൻ അനുവദിക്കാത്ത അധ്യാപകരെ പരീക്ഷാ ചുമതലയിൽ നിന്നും മാറ്റി നിർത്താൻ നിർദ്ദേശിച്ചതായും സ്കൂൾ സന്ദർശിച്ച ശേഷം DEO പറഞ്ഞു. ഫീസ് അടച്ചില്ലെങ്കിൽ പരീക്ഷ എഴുതിക്കില്ലെന്ന മുന്നറിയിപ്പ് സ്കൂൾ അധികൃതർ നൽകിയിട്ടില്ലെന്ന് കുട്ടികളുടെ മാതാപിതാക്കൾ വെളിപ്പെടുത്തി. എല്ലാ മാസത്തെയും ഫീസ് അടച്ചതാണെന്നും മാർച്ച് മാസത്തെ മാത്രമാണ് അടയ്ക്കാനുണ്ടായിരുന്നതെന്നും ആലുവ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം മാനേജ്മെന്റ് നിർദ്ദേശപ്രകാരമായിരുന്നു നടപടിയെന്നാണ് അധ്യാപകരുടെ വിശദീകരണം. എന്നാൽ ജന്മനാ കാഴ്ച വൈകല്യമുള്ള വിദ്യാർത്ഥി അടക്കം പുറത്തു നിർത്തിയത് ചോദ്യം ചെയ്ത് നാട്ടുകാർ സ്കൂൾ ഉപരോധിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ DEO സ്കൂൾ അധികൃതർക്കെതിരെ നടപടിക്ക് ശുപാർശയും നൽകി. ബാലാവകാശ നിയമപ്രകാരമാണ് ആലുവ പോലീസ് കേസെടുത്തത്. അന്വേഷണം തുടരുന്നു. ചികിത്സ തേടി വിദ്യാർത്ഥി രാത്രി ഏറെ വൈകിയാണ് ആശുപത്രി വിട്ടത്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത പോലീസ് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.